ഈ വെടിക്കെട്ട് പുരയിലാണ് തൃശ്ശൂർ പൂരത്തിനുള്ള പടക്കം സാമഗ്രികളൊക്കെ സൂക്ഷിക്കുന്നത് എന്നതാണ്. ഏതാണ്ട് 5-ലേറെ വെടിക്കെട്ട് പുരകൾ അവിടെയുണ്ട് എന്ന വിവരമൊക്കെ അനൗദ്യോഗികമായി വരുന്നുണ്ട്. അത് മുഴുവൻ കത്തി നശിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വിശദാംശമാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ അപകടത്തിൻ്റെ ഗൗരവം അത് വളരെ വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനോടകം തന്നെ 3 പേർ മരിച്ചിട്ടുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നു. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം എത്തിയിട്ടില്ല. ആശുപത്രിയിൽ നമുക്ക് ലഭിച്ച വിവരം, ആശുപത്രി ജീവനക്കാരൻ, മുൻ ജീവനക്കാരൻ നമ്മളോട് പറഞ്ഞത്, അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആളുകൾ 3 പേർ എത്തിക്കുമ്പോൾ തന്നെ മരണമടഞ്ഞിരുന്നു എന്നതാണ്. അവരുടെ ആരോഗ്യനില അങ്ങേയറ്റം ഗുരുതരമാണ്, അതീവ ഗുരുതരാവസ്ഥയിലാണ് അവർ എന്നതാണ്. പലരുടെയും ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിൽ ഒക്കെയാണ് എന്നൊക്കെയുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ഔദ്യോഗികമായി തന്നെ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു മറ്റടക്കാനിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ സൂക്ഷിച്ച പടക്കങ്ങൾ കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. ആ തുടർ സ്ഫോടനങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. വലിയൊരു ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തേക്ക് എത്തുകയാണ്. പക്ഷേ അവർക്ക് അതിനടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതും ഒരു വെല്ലുവിളിയാണ്. ദൂരെ മാറി നിന്നുകൊണ്ട് വെള്ളം സ്പ്രേ ചെയ്ത് തീ നിയന്ത്രണ വിധേയമാക്കുക എന്നതാണ് ഇപ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തുടർ സ്ഫോടനങ്ങൾ, ആ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. തൊട്ടടുത്ത് വീടുകളില്ല, അവിടെയൊക്കെ പാടങ്ങളാണ് ഉള്ളത്. പക്ഷേ കുറച്ച് മാറി വീടുകളുണ്ട്. അപ്പോൾ ഇത്ര വലിയ സ്ഫോടനമാകുമ്പോൾ ആ വീടുകളിലേക്കൊക്കെ ചെന്ന് ചീളുകൾ തറയ്ക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. നേരത്തെ ഒരു നാട്ടുകാരൻ നമ്മളോട് പറഞ്ഞതുപോലെ അവരുടെ വീടിൻ്റെ ചില്ലുകൾ തകർന്ന് പരുക്ക് പറ്റിയിട്ടുണ്ട് എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞതായൊക്കെ. ഏതായാലും എത്രത്തോളം വലിയൊരു അപകടമാണ് എന്നത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. അല്പസമയം കഴിയുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു ഗൗരവം നമുക്ക് പൂർണ്ണമായി തന്നെ ബോധ്യപ്പെടുകയുള്ളൂ. ഏതായാലും വലിയ സ്ഫോടനത്തിനാണ് ഇപ്പോൾ തൃശ്ശൂർ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിൽ സ്ഫോടനമുണ്ടായി, 3 പേർ മരണമടഞ്ഞു എന്ന വിവരം അത് നമുക്കിപ്പോൾ പറയാമെന്ന് തോന്നുന്നു. 6 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നതാണ്. 6 പേർ എന്നുള്ള കണക്കാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. മറ്റുള്ളവർ ആകെ 40 പേരാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നതാണ് പ്രാഥമികമായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ എത്ര പേരാണ് ഇപ്പോൾ ജീവനോടെ അവശേഷിക്കുന്നത് എന്ന് നമുക്കറിയില്ല. പരിക്കേറ്റവരുടെ ആരോഗ്യനില, അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതീവ ഗുരുതരാവസ്ഥയിലാണ്. കാരണം അത്ര വലിയ സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ദുഃഖകരമായൊരു വാർത്തയാണ് തൃശ്ശൂർ പൂരത്തിന് മുന്നോടിയായി നമുക്ക് ഇന്നിപ്പോൾ തൃശ്ശൂർ മുണ്ടത്തിക്കോടത്ത് നിന്ന് എത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.